നമസ്കാരം. സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത പ്രവർത്തനം നടക്കുന്ന ബഹിരാകാശ വസ്തുവാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ അയോ. നിരന്തരം പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതങ്ങളും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഉപരിതലവും കൊണ്ട് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന അയോയിൽ ഉപരിതലത്തിന് താഴെ വലിയ അളവിൽ താപം രൂപപ്പെടുന്നുണ്ടെന്ന നിർണായക കണ്ടെത്തലുമായി എത്തിയിരിക്കുകയാണ് നാസ. പതിറ്റാണ്ടുകളായി ഉപഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന താപം മാത്രമാണ് ശാസ്ത്രജ്ഞർക്ക് അളക്കാൻ സാധിച്ചിരുന്നത്. എന്നാൽ നാസയുടെ ജൂനോ പേടകത്തിൽ നിന്നുള്ള പുതിയ നിരീക്ഷണങ്ങൾ ഉപരിതലത്തിന് അടിയിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠനം നടത്താനും അവിടുത്തെ താപനില കൃത്യമായി തിട്ടപ്പെടുത്താനും സഹായിച്ചിരിക്കുന്നു. റോക്കി അല്ലെങ്കിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു ഉപഗ്രഹത്തിൻ്റെ ഉപരിതലത്തിന് അടിയിലേക്ക് തുളച്ചു കയറി പരിശോധിക്കാൻ സാധിച്ചു എന്നത് ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയൊരു വഴിത്തിരിവാണ്. സാധാരണയായി ഉപരിതല താപനില അളക്കുന്ന ഇൻഫ്രാറെഡ് ഉപകരണങ്ങൾക്ക് പകരം മൈക്രോവേവ് റേഡിയോമീറ്റർ ഉപയോഗിച്ചാണ് ജൂനോ പേടകം ഈ ദൗത്യം പൂർത്തിയാക്കിയത്. 1/2 ഇഞ്ച് മുതൽ 20 ഇഞ്ച് വരെ തരംഗദൈർഘ്യമുള്ള 6 ആൻറ്റിനകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപകരണം വഴി ഉപരിതലത്തിന് തൊട്ടു താഴെയുള്ള താപനില വ്യതിയാനങ്ങൾ നേരിട്ട് അളക്കാൻ സാധിച്ചു. തണുത്തുറഞ്ഞ മറ്റ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളായ യൂറോപ്പ, ഗാനിമീഡ് എന്നിവയിൽ മുൻപ് പരീക്ഷിച്ച ഈ സാങ്കേതികവിദ്യ കട്ടി കൂടിയ പാറക്കെട്ടുകൾ നിറഞ്ഞ അയോയിലും വിജയകരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞത് ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അയോയിൽ ഇത്രയധികം താപവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഉണ്ടാകാൻ കാരണവും വ്യാഴവുമായുള്ള ശക്തമായ ഗുരുത്വാകർഷണ ബലവും അതിലൂടെ ഉണ്ടാകുന്ന ടൈഡൽ ഹീറ്റിംഗ് എന്ന പ്രതിഭാസവുമാണ്. വ്യാഴത്തെ ചുറ്റിപ്പറ്റിയുള്ള അയോയുടെ ഭ്രമണപഥം പൂർണ്ണമായും വൃത്താകൃതിയിലല്ലാത്തതിനാൽ വ്യാഴത്തിൻ്റെ ശക്തമായ ഗുരുത്വാകർഷണം ഉപഗ്രഹത്തെ നിരന്തരം വലിച്ചു നീട്ടുകയും അമർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ നിരന്തരമായ കർഷണവും ചലനങ്ങളുമാണ് ഉപഗ്രഹത്തിനുള്ളിൽ വൻതോതിൽ ആന്തരിക താപം ഉൽപ്പാദിപ്പിക്കുന്നത്. 2023 ഡിസംബറിലും 2024 ഫെബ്രുവരിയിലും അയോയുടെ കേവലം 930 മൈൽ അടുത്തുകൂടി പറന്നാണ് ജൂനോ ഉപരിതലത്തിന് താഴെയുള്ള താപവ്യതിയാനങ്ങളുടെ വിവരങ്ങൾ ശേഖരിച്ചത്. ഉപരിതലത്തിൽ നിന്ന് ഏതാനും അടി മാത്രം താഴേക്ക് പോകുമ്പോൾ താപനിലയിൽ 40 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ വർധനവുണ്ടാകുന്നെന്ന് ഗവേഷകർ കണ്ടെത്തി. 2 പ്രധാന വഴികളിലൂടെയാണ് അയോയുടെ ഉള്ളിൽ നിന്നുള്ള ചൂട് മുകളിലേക്ക് പ്രവഹിക്കുന്നത്. ഉപഗ്രഹത്തിൻ്റെ കട്ടിയുള്ള പാറക്കൂട്ടങ്ങളിലൂടെയുള്ള നിരന്തരമായ താപപ്രവാഹമാണ് ഒന്ന്. ഈ താപപ്രവാഹം ഒരു പ്രത്യേക സ്ഥലത്ത് ചെറുതായി തോന്നാമെങ്കിലും അയോയുടെ ആകെ വിസ്തീർണം കണക്കിലെടുക്കുമ്പോൾ ഇത് ഭൂമിയിലെ ശരാശരി താപപ്രവാഹത്തേക്കാൾ 30 മടങ്ങ് കൂടുതലാണ്. ലാവ അയോയുടെ ഉപരിതലത്തിന് 30 മുതൽ 35 അടി വരെ താഴെ ഉറഞ്ഞു പോകുകയും അതിനടിയിലൂടെ ചൂടുള്ള ദ്രവീകൃത ലാവ ഒഴുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് രണ്ടാമത്തെ സാധ്യത. ഉപഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൻ്റെ 10% ഭാഗത്ത് ഇത്തരത്തിൽ ഭൂഗർഭ ലാവാനദികൾ ഉണ്ടാകാമെന്ന് വിലയിരുത്തപ്പെടുന്നു. ആകാശഗംഗയിലെ മറ്റ് ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും താപവ്യതിയാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലേക്ക് വെളിച്ചം വീശാൻ അയോയിലെ ഈ പുതിയ കണ്ടെത്തലുകൾ സഹായിക്കും. മാതൃനക്ഷത്രങ്ങളിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന തണുത്തുറഞ്ഞ ലോകങ്ങൾക്ക് ഊർജ്ജവും ചൂടും നൽകുന്ന അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കാൻ അയോ ഒരു മികച്ച മാതൃകയാണ്. ഇതിനു പുറമെ ഭൂമിയിലെ അഗ്നിപർവ്വതങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ആഴത്തിൽ പഠിക്കാനും ഇത്തരം മൈക്രോവേവ് സാങ്കേതികവിദ്യ ഭാവിയിൽ പ്രയോജനപ്പെടുത്താം. പർവ്വതങ്ങളും അഗ്നിപർവ്വതങ്ങളും നിറഞ്ഞ ഉപരിതലത്തിന് പുറമെ അയോയ്ക്ക് 100-ലധികം കിലോമീറ്റർ നീളത്തിൽ പരന്നു കിടക്കുന്ന വളരെ മൃദുവായ ഉപരിതല പ്രതലങ്ങളുണ്ടെന്ന കണ്ടെത്തലും ജൂനോ നൽകിയ പുതിയ വിവരങ്ങൾപ്പെടുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും സജീവമായ പ്രകൃതിയുള്ള ഈ ഉപഗ്രഹത്തെക്കുറിച്ചുള്ള ഭാവി പഠനങ്ങൾക്ക് വലിയ ഊർജ്ജമാണ് നാസയുടെ ഈ പുതിയ കണ്ടെത്തൽ നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.